പേരൻസ് വിദേശത്ത് ആയതുകൊണ്ട് തന്നെ മാഷയ്ക്ക് എല്ലാം അവളുടെ ഗ്രാൻഡ്മയാണ്. ഗ്രാൻഡ്മയോടൊപ്പമാണ് അവൾ കളിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം. ഒരു ദിവസം ഗ്രാൻഡ്മ ഒരു പൂച്ചക്കുട്ടിയെ മാഷയ്ക്ക് ഗിഫ്റ്റായി നൽകി. അവൾക്കും അതിന് ഇഷ്ടമായി. എന്നാൽ മാഷയ്ക്ക് ഗ്രാൻഡ്മ പൂച്ചയോട് കൂടുതൽ അടുക്കുന്നത് ഇഷ്ടമായില്ല. ഗ്രാൻഡ്മ പണ്ടത്തതുപോലെ താനുമായി കളിക്കാത്തതിൽ മാഷയ്ക്ക് വിഷമവും ഉണ്ടായി. ആ പൂച്ചയാണെങ്കിൽ മാഷയുടെ ഫേവറേറ്റ് പാവയുടെ തലയും കടിച്ചു പറിച്ചു. ഇനി അതിനെ വിട്ടാൽ ശരിയാവില്ല. മാഷ ആ പൂച്ചയെ വീട്ടിൽ നിന്ന് ഓടിക്കാനായി അതിനെ അടിക്കാൻ നോക്കിയപ്പോൾ ഒരു ഫ്ലവർ വേസ് താഴെ വീണു പൊട്ടി. അത് ക്ലീൻ ചെയ്യുന്നതിന് ഇടയ്ക്ക് വാക്വം ക്ലീൻ വെച്ച് അതിനെ ഉപദ്രവിച്ചു. എന്നാൽ അത് പൊട്ടിത്തെറിച്ചു. ഗ്രാൻഡ്മ മാഷയ്ക്ക് പണിഷ്മെന്റ് നൽകി. എന്നാൽ മാഷ വീണ്ടും ആ പൂച്ചയെ ഒരു ചാക്കിലാക്കി. ഗ്രാൻഡ്മയുടെ സൗണ്ട് കേട്ടതും സിങ്കിലിട്ട് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കി. എന്നാൽ ഗ്രാൻഡ്മ താഴേക്ക് ഇറങ്ങി വരികയാണ്. മാഷ അവിടെ ഉണ്ടായിരുന്ന ഒരു ടോസ്റ്റർ എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു. ഉടനെ തന്നെ കറന്റ് പോയി. പിന്നെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കാലും കഴുത്തും ഉളുക്കിയ ഗ്രാൻഡ്മക്ക് ജ്യൂസ് കൊടുക്കുന്ന മാഷയെയാണ്. പൂച്ചക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കിയാൽ ആള് കുഞ്ഞു പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടുപേരെ നമ്മുടെ കുട്ടി മാഷ നോക്കണം. അപ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്കും പൂച്ചകളെ ഇഷ്ടം